എല്ലാവർക്കും നമസ്കാരം. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായുള്ളവർക്ക് ധനസഹായം ലഭിക്കുന്നുണ്ട്. ഈ ധനസഹായം ഇപ്പോൾ ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാട്സപ്പിലോ അതുപോലെ ജിമെയിലിലോ അയക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ജിമെയിൽ അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ജിമെയിൽ അയക്കുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇതുപോലെ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. കാരണം ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ ഉപയോഗിക്കുന്നവർ എന്തായാലും ഗൂഗിളിൽ പോയാൽ നമുക്ക് അതിൻ്റെ അക്കൗണ്ടിൽ സെറ്റിങ്സിൽ പോയാൽ നമ്മൾ ഗൂഗിൾ എന്നാണ് ഇപ്പോൾ നമ്മൾ ജിമെയിൽ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇപ്പോൾ ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് വന്ന മെയിലുകളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജിമെയിൽ പുതിയൊരു മെയിൽ അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടൺ ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്കിവിടെ മെയിൽ കാണിക്കും കമ്പോസ്. ഇപ്പോൾ ഫ്രം എന്ന് കാണിക്കുന്നിടത്ത് നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ ഇപ്പോൾ പ്രതീഷ് പെരുമണ, അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടു എന്നുള്ളിടത്താണ് നമുക്ക് മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യേണ്ടത് അയക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിന് ശേഷം മെയിൽ എങ്ങനെയാണ് മെയിൽ ഐ ഡി ഉള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റലാണ് ക്യാപിറ്റൽ, സ്മോൾ ലെറ്ററാണ് സ്മോൾ ലെറ്റർ. അപ്പോൾ നമുക്ക് ഇതിൽ സ്മോൾ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കത് അവിടെ കാണിക്കുന്നതാണ്. താഴെ നമ്മൾ എംബ്ലത്തോടു കൂടി അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ ആ മെയിൽ ഐ ഡി വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് എന്നുള്ളിടത്തിൽ ഏത് ധനസഹായത്തിനാണ് നമ്മൾ അപേക്ഷിക്കുന്നത് വെച്ചാൽ ആ ധനസഹായത്തിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആശ്രിതർക്ക് മാരക രോഗത്തിനുള്ള ധനസഹായമാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കമ്പോസ് മെയിൽ ഇപ്പോൾ വെള്ള പേപ്പറിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേറൊരാൾ ഇത് അയക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പിന്നിൻ്റെ ചിഹ്നം കാണാം. ഫോട്ടോസൊക്കെ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ അറ്റാച്ച് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഗാലറിയിൽ ഇപ്പോൾ ഫോട്ടോസൊക്കെ ഇവിടെ ആദ്യം എടുത്ത് വെച്ചുകൊണ്ട് അതിലുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സൈഡിൽ മുകളിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗാലറി കാണാം. അതുപോലെ ഫയൽ മാനേജർ, കോഡ് മ്യൂസിക് അങ്ങനെയുള്ള. അപ്പോൾ ഗാലറിയിൽ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഫയൽ 10 ഫയലുണ്ട്. 10 സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഓപ്പൺ എന്നുള്ള അവിടെ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഈ ഫയലൊക്കെ നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. അതിന് ശേഷം നമ്മുടെ സെൻഡ് ബട്ടൺ ഉണ്ട്. അവിടെ സെൻഡ് ബട്ടൺ കൊടുത്തുക. അപ്പോൾ ഈ സാധനം പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. നെറ്റ് ഡാറ്റ വേണം. മെയിൽ സെൻഡ് ചെയ്താൽ കഴിഞ്ഞാൽ മെസ്സേജ് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ മുകളിലുള്ള 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സെൻഡ് എന്നുള്ള ഓപ്ഷൻ വരും. ആ സെൻഡ് എന്നുള്ള ഓപ്ഷനിൽ നോക്കിയാൽ നമുക്ക് നമ്മൾ അയച്ച മെസ്സേജിൻ്റെ എല്ലാ കാണാം. അപ്പോൾ അവിടുന്ന് അത് ഓപ്പൺ ആക്കി നോക്കിയാൽ മെസ്സേജ് പോയത് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, താങ്ക് യു.